ഈമാനുള്ള മുഅ്മിനീങ്ങളൊക്കെ വല്ലാത്ത സന്തോഷത്തിലാണ്. കാരണം എന്താ, പുണ്യ റബീഉൽ അവ്വലിലെ ആദ്യത്തെ ദിവസവും ആദ്യത്തെ വെള്ളിയാഴ്ചയും കൂടെ ഒരുമിച്ച് നമുക്കങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ റബീഉൽ അവ്വലിൻ്റെ തുടക്കം, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സ്വലാത്ത് നേരിട്ട് കാണുന്ന മനോഹരമായ നിമിഷം. ഇന്ന് മഗ്‌രിബിന് മുൻപ് ഈ സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയാൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം എന്തു ആയിക്കോട്ടെ അള്ളാഹു അത് നീക്കിത്തരും. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരു കൈകൊണ്ട് നിങ്ങൾക്ക് ഹൗദുൽ കൗസർ കോരിത്തരും. ഇതിലപ്പുറം എന്ത് ഭാഗ്യമാണ് വേണ്ടത്? പഠിക്കാൻ നമുക്ക് ആ സ്വലാത്ത് ഏതാണെന്ന് 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. السلام عليكم ورحمة الله وبركاته. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്തൊരു സന്തോഷം മനസ്സിലിങ്ങനെ അല്ലേ? നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ ദിവസം നമ്മിലേക്ക് ഇങ്ങനെ കടന്നു വന്നൂലേ? ആ മാസം കടന്നു വന്നു. ഇനി റബീഉൽ അവ്വൽ 12 വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈമാനുള്ളവരുടെ മനസ്സിൽ സന്തോഷം, പുത്തൻവാദികളുടെ റസൂലുള്ളാഹിനോട് മഹബത്തില്ലാത്തവരുടെ കൽബിൽ സങ്കടം, വല്ലാത്തൊരു വെറുപ്പ്. എന്നാൽ മുഅ്മിനീങ്ങളുടെ കൽബിൽ അവരുടെ പ്രണയഭാജനത്തിൻ്റെ ആ മനോഹരമായ പിറവിക്ക് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു മാസത്തിൻ്റെ ആഗമനം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വല്ലാത്തൊരു സന്തോഷമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മഗ്‌രിബിന് മുൻപ് നിങ്ങൾക്കൊരു സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ? ഒരത്ഭുത സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതായത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കാര്യത്തിൽ ഇടപെടും. ദുന്യവിയായ വിഷയത്തിലും അതുപോലെ തന്നെ ഉഖറവിയായ നാളെ പരലോകത്തിലെ കാര്യങ്ങളിലൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുന്നേ. നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ മുത്ത് റസൂലുള്ളാഹിൻ്റെ അനുവാദം വേണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുവാദത്തോടെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, കുറേ നരകാവകാശികളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ പിടിച്ചുകൊണ്ടൊന്ന് സ്വർഗത്തിലേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഭാഗ്യവാന്മാരൊക്കെ ഉണ്ട്. അപ്പം നമുക്കും അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടണം വേണ്ടേ? മുത്തുനബി ഇടപെടുന്നേ. അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയ മനോഹരമായൊരു ചരിത്രമുണ്ട്. മഹാനായ സയ്യിദി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മുത്ത് റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട മരുമകൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ ചേർന്ന് തടവിലാക്കിയ ഒരു രംഗമുണ്ട്. തടവിലാണ് ഉസ്മാൻ, പക്ഷേ നോമ്പുകാരനാണ്. നോമ്പ് പിടിച്ചിട്ടുണ്ട് ആ തടവിലും. നിങ്ങൾ ചിന്തിച്ച് നോക്കണം കേട്ടോ. നോമ്പ് തുറക്കാനായി വെള്ളം കിട്ടാനില്ല. ശത്രുക്കളോട് ചോദിച്ചു, കുറച്ച് വെള്ളം തരുമോ? കൊടുത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, മുസ്ലിങ്ങളാണേ, കൊടുത്തില്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്. അവിടുത്തെ ഭാര്യ നായില ബീവി റളിയല്ലാഹു അൻഹ, മഹദി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് നോക്കി കുറച്ച് വെള്ളം കൊടുക്കാനായിട്ട്. എവിടെയില്ല, വെള്ളമില്ല. അങ്ങനെ വെള്ളം തേടി ഇങ്ങനെ അലഞ്ഞ് ഏതാണ്ട് വെള്ളം കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഇടയത്താഴ സമയമായി. കാരണം ശത്രുക്കൾ വിടുന്നില്ല, വെള്ളം കൊടുക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ എവിടെ നിന്നൊക്കെയോ കിട്ടി വന്നപ്പോൾ പിറ്റേ ദിവസത്തെ ഇടയത്താഴത്തിൻ്റെ സമയമായി. അങ്ങനെ ഓടി വന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം കൊടുക്കുമ്പോൾ ഉസ്മാൻ തങ്ങൾ പറയുന്നുണ്ട്, മോളെ ഇടയത്താഴത്തിൻ്റെ സമയം കഴിഞ്ഞു, സുബഹിയുടെ സമയമായി, ഞാൻ അടുത്ത ദിവസത്തെ നോമ്പിലാണ്. അപ്പോൾ ബീവി ചോദിക്കുന്നുണ്ട്, അങ്ങനെ നോമ്പ് പിടിക്കാൻ പറ്റുമോ? ഇന്നലെ നിങ്ങൾ നോമ്പ് തുറന്നിട്ടില്ലല്ലോ. അങ്ങനെ നോമ്പ് തുറക്കാതെ 2 ദിവസം അടുപ്പിച്ച് നോമ്പ് പിടിക്കൽ ഇസ്ലാമിൽ തെറ്റല്ലേ? അങ്ങനെ പറ്റൂലല്ലോ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആര് പറഞ്ഞു ഞാൻ നോമ്പ് മുറിച്ചില്ല എന്ന്? ഞാൻ ഇന്നലെ നോമ്പ് തുറന്നില്ല എന്നാര് പറഞ്ഞു? ഇന്നലെ വന്നിരുന്നു എൻ്റെ അടുക്കൽ ലോകത്തിൻ്റെ നേതാവ്, താജിദാരേ മദീന, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ള എൻ്റെ അടുക്കൽ വന്നു.
മുത്ത റസൂൽ എൻ്റെ അടുക്കൽ വന്നു, അവിടുത്തെ കയ്യിലുള്ള കോപ്പയിൽ നിന്ന് വെള്ളം എന്നെ കോരി കുടിപ്പിച്ചു. കുടിക്കുക ഉസ്മാൻ, വയറ് നിറയെ കുടിക്കാൻ പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഉസ്മാൻ നാളെ ശത്രുക്കൾ പ്രശ്നം ഉണ്ടാക്കും, എന്നാലോ നാളെ എൻ്റെ കൂടെ നോമ്പ് തുറക്കാം ഉസ്മാൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൂടെ നോമ്പ് തുറക്കാം ഉസ്മാൻ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? പിറ്റേ ദിവസമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകണത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മഹബ്ബത്ത് വെച്ചാൽ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തത്തേക്കാൾ, സർവസ്വത്തേക്കാൾ, ഉമ്മയേക്കാൾ, ബാപ്പയേക്കാൾ, മക്കളേക്കാൾ, എല്ലാത്തിനേക്കാളും മുകളിൽ ആരാണ്? എൻ്റെ റസൂലുള്ളാഹ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിൻ, മുഅ്മിനീങ്ങൾക്ക് മാത്രമേ അങ്ങനെ മഹബ്ബത്ത് വെക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റൂലേ? ആ മുഅ്മിനീങ്ങളിൽ നമ്മളൊന്ന് പെടണ്ടേ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അത് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദൻ. ബുഖാരി ഇമാമിൻ്റെ സ്വഹീഹിൽ ഇബ്നുൽ മുൻകദിറിൽ നിന്നുള്ള ഹദീസൊക്കെ കാണാം. അങ്ങനെയുള്ള ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര കടബാധ്യത വന്നു. ഒരു നിൽക്കക്കള്ളിയില്ല, ഓടുകയാണ്. എങ്ങട് റസൂലുള്ളാഹിൻ്റെ റൗളയിലേക്ക്, ഖബർ ഷരീഫിൻ്റെ അടുക്കലേക്ക്. യാ റസൂലല്ലാഹ്, കടാണ് നബിയെ സഹായിക്കണേ. ആരാ നിങ്ങൾ ചിന്തിച്ചു നോക്ക്? ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ഉസ്താദൻ. അവരിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ടാര് സയ്യിദുനാ ഇമാം അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അപ്പം അത്ര വലിയ മഹാരഥന്മാർ. ചില വിദ്യാർത്ഥികൾ കടം വീട്ടാൻ റസൂലുള്ളാഹി എന്താ റിസർവ് ബാങ്ക് അടുത്ത്, ഇതറിയാൻ പാടില്ലാത്ത ആളുകളാണോ അവർ? മോനെ, റസൂലുള്ളാഹി ഇടപെടും നമ്മുടെ ജീവിതത്തിൽ. അത് മഹബ്ബത്ത്. വെറും തെളിവുകൾ കൊണ്ട് ഇങ്ങനെ കുറേ തെളിവുകൾ മാത്രം. എന്ത് തെളിവ്? എത്ര തെളിവ് പറഞ്ഞാലും. അബൂജഹൽ റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ടില്ലേ? ചന്ദ്രൻ പിളർത്തുന്നത് നേരിട്ട് കണ്ടില്ലേ? വിശ്വസിച്ചോ? ഇതുപോലെയാണ് ഇവിടുത്തെ പുത്തൻവാദികൾ. എന്ത് തെളിവ് പറഞ്ഞാലും അവർ ഉൾക്കൊള്ളൂല. അവരുടെ ഖൽബ് ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം. അവരുടെ ഹൃദയത്തിൽ, അവരുടെ ചെവികളിൽ, അവരുടെ കണ്ണുകളിൽ അല്ലാഹ് സീൽ വെച്ചു പോയി. ബിദ്അത്തിൻ്റെ സീൽ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിയോടുള്ള അദബുകേടിൻ്റെ സീൽ വെക്കപ്പെട്ടവരാണവർ. എന്തു പറഞ്ഞാലും അവർ കേൾക്കില്ല, എന്ത് തെളിവ് പറഞ്ഞാലും കേൾക്കില്ല. ഇത് മഹബ്ബത്തിൻ്റെ കണ്ണിലൂടെ കാണേണ്ടതാണ്. ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയണേ, യാ റസൂലല്ലാഹ്, കടം കൊണ്ട് വലഞ്ഞു നബിയേ, അല്ലേ? ആ മുത്തുനബിയുടെ സങ്കടം പറയാൻ. എന്നിട്ട് അവിടെ വിശ്രമിക്കുകയാണ്, അല്ലേ? വിശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഓടി വരുന്നുണ്ട്. ഇബ്നുൽ മുൻകദിർ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഞാൻ എൻ്റെ വെല്ലുപ്പയെ സ്വപ്നത്തിൽ കണ്ടു. നിങ്ങൾക്ക് കടബാധ്യതയുണ്ട്, നിങ്ങളുടെ കടം വീട്ടാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇതാ പണം പിടിച്ചോളൂ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി ഇടപെടും. അതാണ് നമ്മൾ പാടുന്നത്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. തെറ്റിൻ്റെ മേൽ വാഹനം കയറിയവനായി വന്നു നബിയേ. സങ്കടം പറയാൻ, അങ്ങയോട് സങ്കടം ബോധിപ്പിക്കുകയാണ് നബിയേ. ലക്ക അഷ്കു, സങ്കടം പറയാൻ. റസൂലുള്ളാഹിനോട് സങ്കടം പറഞ്ഞാൽ റസൂലുള്ളാഹി നമുക്ക് വേണ്ടി അള്ളാഹിനോട് ദ്വാരക്കും. അള്ളാഹ് നമുക്ക് പുറത്തു തരും. സൂറത്തുൻ നിസാഇൻ്റെ 64-ാമത്തെ ആയത്ത്, അല്ലേ? ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നാൽ, എന്നിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആയിരുന്നാൽ, റസൂലുള്ളാഹി നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ, നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞിട്ട് റസൂലുള്ളാഹി നിങ്ങൾക്ക് വേണ്ടി ദുആയിരുന്നാൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് ഖുർആൻ പറയാൻ. റസൂലുള്ളാഹിയെ പരിഗണിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതാണ് ഖുർആനിലൊരു ആയത്തുണ്ട്, വമൻ ദഖലഹു കാന ആമിന. മക്ക വിജയവേളയിൽ ശത്രുക്കളോട് പറയുന്നുണ്ട്, വമൻ ദഖലഹു കാന ആമിന. ആരെങ്കിലും കഅബാലയത്തിൻ്റെ അകത്ത് കയറിയാൽ അവർ രക്ഷപ്പെട്ടു, അല്ലാത്തവർക്ക് ശിക്ഷ ഉണ്ട് കേട്ടോ. ഈ ആയത്തിൻ്റെ മറ്റൊരു തഫ്സീർ ഇങ്ങനെയാണ്, വമൻ ദഖലഹു കാന ആമിന. റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിൽ കയറിപ്പറ്റിയവർ, ഔലിയാക്കളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയവർ, അവർ രക്ഷപ്പെട്ടു. എടാ, മുത്ത് റസൂലിൻ്റെ ഹൃദയത്തിൽ കയറിപ്പറ്റണ്ടേ നമുക്ക്? വേണ്ടേ? നിങ്ങൾ പറയും, മുത്ത് റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിൽ കയറിപ്പറ്റണ്ടേ? ആ റസൂലുള്ളാഹിൻ്റെ കൽബിൽ നമ്മളുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, എന്തൊരാനന്ദമായിരിക്കും അല്ലേ? അതിനുള്ള ഏറ്റവും നല്ല വഴി എന്താ? ഇന്ന് റബീഉൽ അവ്വൽ 1 വെള്ളിയാഴ്ച നമുക്ക് പടച്ചോനങ്ങ് അറിഞ്ഞ് വാരിക്കോരി തന്നേക്കല്ലേ ഒരത്ഭുത സ്വലാത്ത്. ധാരാളം സ്വലാത്ത് ഇങ്ങനെ ചൊല്ലാം. ഈ സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരട്ടെ. ഇതൊരു വല്ലാത്ത അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്താണ്. അപ്പം മദ്ഹ് കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട് എല്ലാം നേടാൻ പറ്റും. അതായത് ദുനിയാവിൽ എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ഈ സ്വലാത്ത് കൊണ്ട് നീങ്ങും. ഏത് സ്വലാത്തും, പ്രത്യേകിച്ച് ഈ സ്വലാത്ത് ഒരു അത്ഭുതമാണ്.
എന്തിനേറെ ഈ സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ, ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ മുത്ത് റസൂലുള്ളാഹിൻ്റെ തിരു കൈ കൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഹൗദുൽ കൗസർ കോരിത്തരും. സുബ്ഹാനല്ലാഹ്, ഹൗദുൽ കൗസർ മുത്ത് റസൂൽ കോരിത്തരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും ഏറ്റവും വലിയ പ്രയാസം നാളെ പരലോകച്ചാണല്ലേ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഉമ്മ തിരിഞ്ഞു നോക്കൂല, ഭാര്യ തിരിഞ്ഞു നോക്കൂല, കുടുംബം തിരിഞ്ഞു നോക്കൂല, ആരുണ്ടാവില്ല. എൻ്റെ മുത്തുനബി മാത്രം. ആദ്യ നബി തിരിഞ്ഞു നോക്കൂല, നമ്മുടെ വാപ്പല്ലേ തിരിഞ്ഞു നോക്കൂല. മക്കളെ, വാപ്പാൻ്റെ ആയിരുന്നു എൻ്റെ കഷ്ടത്തിലാണ്. അപ്പോഴാണ് അനലഹ, ഞാനുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ഉണ്ടാവും നമുക്ക് കണ്ടിട്ട് അല്ലേ. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇൻ ലാഅയാ സയ്യിദി ഖൈറൻ നബി. മുത്ത റസൂൽ ഉണ്ടാവുന്ന ഷഫാഅത്തിന്, ആ ഷഫാഅത്ത് കിട്ടാനായിട്ട്. അപ്പോൾ ദുനിയാവിലെ ആഖിറത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾ, ദുനിയാവിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ, ദാരിദ്ര്യമാകട്ടെ സാമ്പത്തികമാകട്ടെ, എന്താണോ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കണത്, അതല്ല മാറ്റിത്തരും. ആഖിറത്തിൽ മുത്ത് റസൂലിൻ്റെ തിരുക്കരം കൊണ്ട് ഹൗദുൽ കൗസർ കിട്ടും. ഹസനുൽ ബസരി തങ്ങൾ പറയാൻ, മുത്ത് റസൂലുള്ളാഹിൻ്റെ തിരുക്കരം കൊണ്ട് ഹൗദിൽ നിന്നൊരു കോപ്പ നിറയെ വെള്ളം കുടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ സ്വലാത്ത് ഡെയിലി ഒരെണ്ണമെങ്കിലും. അപ്പോൾ ഇന്ന് മഗ്‌രിബിന് മുൻപ്, ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ പരിഗണിച്ചുകൊണ്ട് ഒരു 33 തവണ ഏറ്റവും ചുരുക്കി നിങ്ങൾക്ക് ചൊല്ലിക്കൂടെ? ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി وأولاده وأزواجه وذريته وأهل بيته وأصهاره وأنصاره وأشياعه ومحبيه وأمته وعلينا معهم أجمعين يا أرحم الراحمين. نورا جلك اللهم صل على محمد وعلى آله وأصحابه وأولاده وأزواجه وذريته وأهل بيته وأصهاره وأنصاره وأشياعه ومحبيه وأمته وعلينا معهم أجمعين يا أرحم الراحمين. അപ്പോൾ ഇന്നൊരു 33 തവണ ചൊല്ലും എന്നുറപ്പുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞ് ചൊല്ലൂലേ? അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവർക്കും നമ്മൾ ഈ കുടുംബങ്ങളിലേക്കൊക്കെ എല്ലാവരും വീഡിയോ എത്തിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം എന്താണ്? ക്രിസ്താബ്ദം ഏത് വർഷത്തിലാണ് മുത്ത് റസൂൽ പിറന്നത് അല്ലേ? ക്രിസ്താബ്ദം 571. ഉത്തരം കമൻറ്റ് ചെയ്തവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സമ്മാനത്തിലുള്ള ഇന്നത്തെ ചോദ്യം, മങ്കൂസ് മൗലിദ് രചിച്ചത് ആരാണ്? മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് ആരാണ്? കമൻറ്റ് ചെയ്യുക. നമുക്ക് മുത്തഹബീബിൻ്റെ ഒരല്പം മദ്ഹ് എന്ന് ചൊല്ലിയാലോ? നിങ്ങൾ ഉഷാറായിട്ട് ചൊല്ലൂലേ? സ്വലാത്ത് ചൊല്ലുക അല്ലേ? ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും കൂടാണ്. ഔഖഫ്തുൽ അംറ അലൈഹി بمديح بين يديه فضلت الأمر إليه فاختر لرسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ومدحت بطيبة طه ودعوت بطه الله أن يحشرني أواها بلواء رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ووقفت على الأعتاب وبكيت له بالباب وبصفح دون عتاب قد جاد رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم
فشعرن به يسمعنا لم يكد الكون يسعنا رباه به فاجمعنا على حوض رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وهناك أموت وأحيا والروح بطه تحيا فأكاد أناجي الواحيا في روض رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم سلامي على طيبة سلامي على الحرام صلى الله على محمد صلى الله عليه وسلم. ഇടയിൽ കാര്യം പറയട്ടെ, വെള്ളിയാഴ്ച ദിവസമാണ്, റബീഉൽ അവ്വൽ ആദ്യത്തെ ദിവസമാണ്. കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഏറ്റവും ചുരുങ്ങിയതൊരു 313 രൂപ. ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ കാര്യം പറഞ്ഞു. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരുമാറാകട്ടെ. വെള്ളിയാഴ്ചയുടെ നെയ്യത്തിൽ, മുത്ത് റസൂലിൻ്റെ ആ പരിശുദ്ധമായ മാസത്തിൻ്റെ നെയ്യത്തിൽ കഴിയുന്നവരൊക്കെ ഒരു 313 ഏറ്റവും ചുരുങ്ങിയത് ഹദിയ ചെയ്യുക. അവരിലേക്ക് നമുക്കത് എത്തിച്ചു കൊടുക്കണ്ടേ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സലാമി അല സിദ്ദീഖ് സലാമി അല ഉമർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ മദദ് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല, നീ ഖായിബാക്കല്ലയല്ല. ഇതിൻ്റെ മിസ്ല് സവാബ് ആരംഭപ്പൂവിൻ്റെ ഹളറത്തിലേക്ക് എത്തിക്കണയല്ല. മുത്ത് റസൂലുള്ളാഹിൻ്റെ തിരുനോട്ടം തരണയല്ല. മുത്ത് റസൂലുള്ളാഹിൻ്റെ കൽബിൽ ഞങ്ങൾക്കൊരിടം തരണയല്ല. ഈ സ്വലാത്തുകളൊക്കെ ന്യൂനതകൾ നിറഞ്ഞതാണ്, എന്നാലും ഞങ്ങളുടെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീനാണല്ലോ പടച്ചോനെ. ആ റസൂലുള്ളാഹിൻ്റെ തിരുനോട്ടം തരണയല്ല. ആ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബ് നന്നാക്കണയല്ല. ആ റസൂലുള്ളാഹിനെ കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലയല്ല. വഫാത്തിൻ്റെ ഘട്ടത്തിൽ മുത്ത് റസൂലുള്ളാഹിൻ്റെ തിരുനോട്ടം കണ്ട് മരിക്കാൻ തൗഫീക്ക് നൽകണയല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളുടെ പൊന്നുമക്കളെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് നന്നാക്കണയല്ല. മക്കളില്ലാത്തവർക്ക് അവിടുത്തെ ബർക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കണയല്ല. ജോലിയില്ലാത്തവർക്ക് അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ജോലി കൊടുക്കണയല്ല. വീടില്ലാത്തവർക്ക് അവിടുത്തെ ബർക്കത്ത് കൊണ്ട് വീട് കൊടുക്കണയല്ല. പ്രവാസികൾക്ക് അവിടുത്തെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണയല്ല. കടങ്ങൾ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് വീട്ടണയല്ല. എല്ലാം ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകൾ, പരീക്ഷ എഴുതാൻ നിൽക്കുന്നവരുണ്ട്, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് വിജയം തരണയല്ല. ഞങ്ങളിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും പുറത്തു കൊടുക്കണയല്ല. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. ഞങ്ങളെല്ലാവരെയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും അവരുടെ കുടുംബക്കാരെയും നിൻ്റെ കാരുണ്യം കൊണ്ട്, നിൻ്റെ ഔദാര്യം കൊണ്ട് നീ ഒരുമിച്ച് കൂട്ടണയല്ല. ആ പുണ്യ മദീന കാണാതെ ഞങ്ങൾ റൂഹ നീ പിടിക്കല്ലയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.